ഹലോ സ്റ്റുഡൻസ്, അടുത്തായിട്ട് നമുക്ക് എടുക്കാനായിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 2.38 ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് ആണ്. അതായത് ബ്രാഞ്ചസ് ദാറ്റ് കീപ്പിംഗ് ഫുൾ സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്. അതായത് നമ്മുടെ ഹെഡ് ഓഫീസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് എല്ലാ അക്കൗണ്ടുകളും മെയിൻറ്റെയിൻ ചെയ്യുന്ന ബ്രാഞ്ചുകളാണ് ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചസ് എന്ന് വിളിക്കുന്നത്. അവർ ശരിക്കും ഒരു ഓട്ടോണോമസ് ബിസിനസ് യൂണിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് അവർ ചെയ്യുവാണ്. അവരുടെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്നത്, പിന്നെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഇവർ സ്വന്തമായിട്ട് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചും ഹെഡ് ഓഫീസുമായിട്ടുള്ള ആകെ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇവരുടെ ഓണർഷിപ്പ് ഹെഡ് ഓഫീസിനാണെന്നുള്ളതും ഇവരുണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളത് ഹെഡ് ഓഫീസിനാണ് എന്നുള്ളതാണ് ആകെയുള്ളൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവർ സ്വന്തമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇൻഡിപെൻഡൻറ്റ് ബ്രാഞ്ചുകൾക്ക് കംപ്ലീറ്റ് സെറ്റ് ബുക്ക് ഓഫ് അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരുടെ സ്വന്തം ട്രയൽ ബാലൻസ്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതെല്ലാം ഇവർ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണം. അതുകൂടാതെ ഒരു ഹെഡ് ഓഫീസ് അക്കൗണ്ടും കൂടെ ഇവർ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ അക്കൗണ്ടാണ്. ഹെഡ് ഓഫീസിൻ്റെ അടുത്തേക്ക് എത്ര ബാലൻസ് ഡ്യൂ ഉണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഡ്യൂ ഫ്രം ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ജേർണൽ എൻട്രിയാണ് അവിടെ ഒരു 6 നമുക്ക് തന്നിരിക്കുന്നത്. ഹെഡ് ഓഫീസിൽ നിന്ന് ഗുഡ്സ് റിസീവ് ചെയ്യുന്ന സമയത്ത് ക്യാഷ് അങ്ങോട്ട് കൊടുക്കുന്ന സമയത്ത്, ക്യാഷ് ഇങ്ങോട്ട് റിസീവ് ചെയ്യുന്ന സമയത്ത്, പേയ്മെൻറ്റ് നടത്തുന്ന സമയത്ത്, പിന്നെ എന്തെങ്കിലും റിസീപ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇത്രയും കാര്യങ്ങൾക്കാണ് ശരിക്കും അവിടെ നമ്മൾ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കണേ, ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. 3, 4, 5 കിടക്കുന്ന ജേർണൽ എൻട്രിയിൽ ആ 3 ഐറ്റംസാണ് ശരിക്കും ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കുന്നത്. ആദ്യത്തേത് ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്, രണ്ടാമത്തെ ക്യാഷ് ഓർ ചെക്ക് സെൻഡ് ടു ഹെഡ് ഓഫീസ്, മൂന്നാമത്തത് പേയ്മെൻറ്റ് മെയ്ഡ് ബൈ ബ്രാഞ്ച് ഓൺ ബിഹാഫ് ഓഫ് ദ ഹെഡ് ഓഫീസ്. ഈ 3 ഐറ്റംസാണ് ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡിൽ നമുക്ക് 3 ഐറ്റംസ് കാണിക്കാനുണ്ട്. അവിടെ നമ്മൾ കാണിക്കേണ്ടത് ഫസ്റ്റ് ജേർണൽ എൻട്രി പറഞ്ഞാൽ ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, പിന്നെ സെക്കൻഡ് ജേർണൽ എൻട്രിയിൽ പറഞ്ഞേക്കുന്നത് ക്യാഷ് റിസീവ്ഡ്, ക്യാഷ് അല്ലെങ്കിൽ ചെക്ക് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, പിന്നെ 6th ജേർണൽ എൻട്രിയിൽ പറഞ്ഞിരിക്കുന്നത് എനി റിസീപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ബ്രാഞ്ച്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത്. അപ്പോൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഗുഡ്സിൻ്റെ ക്യാഷ് ഓർ ചെക്ക് സെൻഡ് പേയ്മെൻറ്റ് ഓൺ ബിഹാഫ് ഓഫ് ഹെഡ് ഓഫീസ്. ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടത് ഗുഡ്സ് റിസീവ്ഡ്, ക്യാഷ് ഓർ ചെക്ക് റിസീവ്ഡ്, റിസീപ്റ്റ് ഓൺ ബിഹാഫ് ഓഫ് ഹെഡ് ഓഫീസ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ടിൽ കാണിക്കേണ്ട ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെഡ് ഓഫീസ് അക്കൗണ്ട് പോലെ തന്നെ ഹെഡ് ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, അത് ബ്രാഞ്ച് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നും വേണ്ട ബ്രാഞ്ചിൽ എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് അതേ ഐറ്റംസ് തന്നെയാണ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിങ്ങിൽ അവർ കാണിച്ചിരിക്കുന്നത് സെയിം ഐറ്റംസ് തന്നെയാണ് വരുന്നത്. അടുത്ത പേജിൽ നോക്കുക, ട്രാൻസാക്ഷൻ വിച്ച് റിക്വയർ സ്പെഷ്യൽ അറ്റൻഷൻ. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് വരുന്ന കുറച്ച് കേസസാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ, പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ഫോർ ബ്രാഞ്ചിന് വേണ്ടിയിട്ട് ഒരു ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അവിടെ 2 എണ്ണം ഉണ്ട്. ഈ അസറ്റ് മേടിക്കുന്ന സമയത്ത് ബ്രാഞ്ചിന് വേണ്ടിയിട്ടാണ് മേടിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് ആരാണ് നടത്തിയത്, ബ്രാഞ്ചാണോ നടത്തിയത് ഹെഡ് ഓഫീസാണോ നടത്തിയത് എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ജേർണൽ എൻട്രി എഴുതാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ബ്രാഞ്ചാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അസറ്റ് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നും, ബ്രാഞ്ച് ബുക്കിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് എന്ന് കാണിക്കുക. പേയ്മെൻറ്റ് ഹെഡ് ഓഫീസാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അസറ്റ് ഡെപ്റ്റർ ടു ക്യാഷ് ഓർ ബാങ്ക് എന്ന് കാണിക്കുക. ബ്രാഞ്ച് ബുക്കിൽ ജേർണൽ എൻട്രി ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ഓഫ് ബ്രാഞ്ച് അസറ്റ്. ബ്രാഞ്ചിലെ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ നമ്മൾ എഴുതി വെക്കുന്ന സമയത്ത്, ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു എക്സ്പെൻസാണ്. അപ്പം ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കാണിക്കുന്ന ജേർണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അസറ്റ് എന്നും വേണ്ടും, ബ്രാഞ്ച് ബുക്കിൽ കാണിക്കേണ്ടത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് എന്നുള്ള രീതിയിലും ആയിരിക്കും. ഇനി അടുത്ത ഹെഡ് ഓഫീസിലെ എക്സ്പെൻസസ്. ഈ ഹെഡ് ഓഫീസിലെ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കോമൺ ആയിട്ടുള്ള എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അതായത്
ഹെഡ് ഓഫീസിനും ബ്രാഞ്ചിനും കൂടെ പൊതുവായിട്ട് ചിലവാക്കുന്നത് ഹെഡ് ഓഫീസായിരിക്കും, പക്ഷേ ബ്രാഞ്ചിൻ്റെ തുകയും കൂടെ അതിനകത്ത് വരുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു, അല്ലെങ്കിൽ ഓഡിറ്റിങ് നടത്തി, അതെല്ലാം ശരിക്കും ബ്രാഞ്ചിനും കൂടെ വരുന്നതാണ്, പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നത് ഹെഡ് ഓഫീസായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ ഒരു പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്, ഇപ്പോൾ ഹെഡ് ഓഫീസ് ആ എമൗണ്ട് ചിലവാക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഇത്തിരി പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ബ്രാഞ്ചിന് ബാധകം. ഒന്നിലധികം ബ്രാഞ്ചുകളുണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചുകൾക്കും ബാധകമായിരിക്കും. അപ്പോൾ അത് പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ വേണം അതിൻ്റെ എമൗണ്ട് കാണിക്കാനായിട്ട്. അപ്പോൾ അത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കാണിക്കുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്. ബ്രാഞ്ചിൻ്റെ ബുക്കിൽ കാണിക്കുന്ന ഹെഡ് ഓഫീസ് എക്സ്പെൻസ് അക്കൗണ്ട് ഡെപ്റ്റർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വേണം കാണിക്കാനായിട്ട്. പിന്നെ അടുത്ത ഇല്ലുസ്ട്രേഷൻ നമ്പർ 40 എന്ന് പറഞ്ഞ് കിടക്കുന്നത് നിങ്ങൾ വായിച്ച് നോക്കണ്ട, വെറുതെ കൺഫ്യൂഷൻ ആവും. അടുത്ത ഐറ്റം നോക്കിയാൽ മതി. ട്രാൻസിസ്റ്റ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ദ വേയിലിരിക്കുന്ന ഐറ്റംസാണ്. അതായത് ഒരിടത്തുനിന്ന് അയച്ചു, അടുത്തടുത്തത് റിസീവ് ചെയ്തിട്ടില്ല. ഇപ്പം ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് അയച്ചതാണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അത് എൻ്റർ ചെയ്തു, അയച്ചതായിട്ട് നമ്മൾ കാണിച്ചു. പക്ഷേ ബ്രാഞ്ചിലെ ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് അവിടെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ ബ്രാഞ്ചിൻ്റെ ബുക്കിൽ അത് വരില്ല, ആ ഐറ്റംസ് കാണിക്കാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയുള്ള ഐറ്റംസിനെയാണ് നമ്മൾ ട്രാൻസിസ്റ്റ് ഐറ്റംസ് എന്ന് പറയുന്നത്. അവിടെ ഇറ്റാലിക്സിൽ കിടപ്പുണ്ട്. എ ട്രാൻസിസ്റ്റ് ഐറ്റം ഈസ് വൺ വിച്ച് ഹാസ് ബീൻ സെൻഡ് ബൈ വൺ പാർട്ടി ബട്ട് നോട്ട് റിസീവ്ഡ് ബൈ ദ അതർ പാർട്ടി ബിഫോർ ദ ക്ലോസിംഗ് ഓഫ് ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. ഒരിടത്തുനിന്ന് അയച്ചു, പക്ഷേ അടുത്തടുത്ത് അത് റിസീവ് ചെയ്യേണ്ടടുത്ത് ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് എത്തിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടും ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് കാണിക്കും. സാധാരണ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ഡെബിറ്റ് കാണിക്കുന്ന ഐറ്റംസ് ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റും, ഹെഡ് ഓഫീസിൻ്റെ എത്തി ക്രെഡിറ്റ് കാണിക്കുന്ന ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൻ്റെ എത്തി ഡെബിറ്റും കാണിക്കും. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് ഈക്വലായിട്ടാണ് ഇരിക്കേണ്ടത്. പക്ഷേ ഇങ്ങനെ ട്രാൻസിസ്റ്റ് ഐറ്റംസ് വരുന്ന സമയത്താണ് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടും ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടും തമ്മിൽ ഡിഫറൻസ് വരുന്നത്. ഈ ട്രാൻസിസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് രണ്ടെണ്ണം, ഒന്നുകിൽ ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് ആവാം. ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഹെഡ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഹെഡ് ഓഫീസിൽ നിന്ന് ബ്രാഞ്ചിലേക്കോ ക്യാഷ് സെൻഡ് ചെയ്തു, പക്ഷേ ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അത് എത്തേണ്ട സ്ഥലത്തെത്തിയില്ല. ഒന്നെങ്കിൽ ഹെഡ് ഓഫീസിൽ എത്തിയില്ല അല്ലെങ്കിൽ ബ്രാഞ്ചിൽ എത്തിയില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ജേണൽ എൻട്രി തന്നിട്ടുണ്ട്. ഇഫ് ദ ഐറ്റം ഈസ് സെൻഡ് ബൈ ഹെഡ് ഓഫീസിൽ നിന്നുള്ള ട്രാൻസിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നാണ്. ഇനി ബ്രാഞ്ചിൽ നിന്നാണ് സെൻഡ് ചെയ്തേക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് എന്നുള്ളതാണ് അതിൻ്റെ ജേണൽ എൻട്രി. പിന്നെ അടുത്ത രണ്ടാമത്തത് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ഹെഡ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഞ്ചിൽ നിന്നോ ഗുഡ്സ് സെൻഡ് ചെയ്തു, പക്ഷേ ബുക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുൻപ് അത് ഹെഡ് ഓഫീസിലോ ബ്രാഞ്ചിലോ റിസീവ് ചെയ്യേണ്ടത് എവിടെയാണോ അവിടെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെയും ജേണൽ എൻട്രി രണ്ടെണ്ണം ഉണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ചിൻ്റെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ്. അതായത് ഈ ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റിൻ്റെയും ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റിൻ്റെയും ജേണൽ എൻട്രി സെയിമാണ്. ക്യാഷ് ഇൻ ട്രാൻസിസ്റ്റ് ഗുഡ്സ് ഇൻ ട്രാൻസിസ്റ്റ് എന്ന് എഴുതുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുന്ന സമയത്ത്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഇറ്റാലിക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുന്നതാണ് കുറച്ചുകൂടെ കൺവീനിയൻ്റ് കുറച്ചുകൂടെ സൗകര്യപ്രദം, അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ലത് ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ അഡ്ജസ്റ്റിംഗ് എൻട്രി എഴുതുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ് നമുക്ക് ഇല്ലസ്ട്രേഷൻ നമ്പർ 15 ഇല്ലസ്ട്രേഷൻ നമ്പർ 16 കിടക്കുന്നത്. ജസ്റ്റ് ഓരോ എൻട്രി എഴുതാൻ മാത്രമേ ഉള്ളൂ. അപ്പം അത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ സെയിം മോഡൽ പ്രാക്ടിക്കൽ പ്രോബ്ലം 15ഉം 16ൻ്റെയും പ്രാക്ടിക്കൽ പ്രോബ്ലമാണ്. പ്രാക്ടിക്കൽ പ്രോബ്ലം നമ്പർ 20 ആൻഡ് 21 കിടക്കുന്നത്. അപ്പോൾ ഈ ഇല്ലസ്ട്രേഷൻ വായിച്ച് നോക്കി കഴിഞ്ഞിട്ട് ആ പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടെ നിങ്ങൾ നോക്കണം. പിന്നെ അടുത്ത പേജ് നമ്പർ 2.44 ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ്. അടുത്ത പോർഷനാണ് ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ബ്രാഞ്ചുകൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻസിനെയാണ് നമ്മൾ ഇൻ്റർ ബ്രാഞ്ച് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ചുകൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് ഒന്നെങ്കിൽ സാധനങ്ങൾ അയച്ചു കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ക്യാഷ് അയച്ചു കൊടുക്കുന്നതാവാം. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുന്ന സമയത്ത് ശരിക്കും അവിടുത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോട്ടയം ബ്രാഞ്ചിൽ നിന്ന് കൊച്ചി ബ്രാഞ്ചിലേക്കായിരിക്കും സാധനം അയക്കുന്നത്. പക്ഷേ ശരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ കോട്ടയം ബ്രാഞ്ചിൽ നിന്ന് അത് ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ട് ഹെഡ് ഓഫീസിൽ നിന്ന് അത് കൊച്ചിക്ക് അയച്ചു കൊടുക്കുന്ന ഒരു എഫക്റ്റാണ് വരുന്നത്. ശരിക്കും 3 അക്കൗണ്ട്സിൽ നമ്മൾ കാണിക്കണം. 2 ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട്സിലും
ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ട്സിൽ നമ്മളത് കാണിക്കണം. ഹെഡ് ഓഫീസിൽ ശരിക്കും അവിടെ ഒരു ഏജൻറ്റിനെ പോലെ ഒരു ബ്രാഞ്ചിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് അടുത്ത ബ്രാഞ്ചിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് അത് റിട്ടേൺ ചെയ്യുന്നതായിട്ടും അടുത്ത ബ്രാഞ്ച് അത് റിസീവ് ചെയ്യുന്നതായിട്ടുമാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഒറ്റ ട്രാൻസാക്ഷന് നമുക്ക് 3 എൻട്രി കാണിക്കണം. അതിൻ്റെ ജേർണൽ എൻട്രി 3 അവിടെ കാണിച്ചിട്ടുണ്ട്. സെൻഡിങ് ബ്രാഞ്ച്, ഇപ്പം ഗുഡ്സാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ സെൻഡിങ് ബ്രാഞ്ചിൻ്റെ അവിടെ ഹെഡ് ഓഫീസ് അക്കൗണ്ട് അപ് ടു ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. റിസീവിങ് ബ്രാഞ്ച് കാണിക്കുന്ന സമയത്ത് ഗുഡ്സ് ഫ്രം ഹെഡ് ഓഫീസ് ടു ഹെഡ് ഓഫീസ് എന്നും പറഞ്ഞിട്ട് കാണിക്കും. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണെന്നുണ്ടെങ്കിൽ റിസീവിങ് ബ്രാഞ്ച് അക്കൗണ്ട് അപ് ടു സെൻഡിങ് ബ്രാഞ്ച് അക്കൗണ്ട് എന്നും പറഞ്ഞിട്ട് കാണിക്കും. അതായത് ബ്രാഞ്ചുകൾ കാണിക്കുന്ന സമയത്ത് അതവർ ഹെഡ് ഓഫീസിലേക്ക് കൊടുത്തതായിട്ടും ഹെഡ് ഓഫീസിൽ നിന്ന് റിസീവ് ചെയ്തതായിട്ടും കാണിക്കും. ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലാണ് ശരിക്കും ഇൻ്റർ ബ്രാഞ്ചായിട്ട് കാണിക്കുന്നത്. പിന്നെ അടുത്ത പേജ് നമ്പർ 2.45 ബിൽസ് ഡ്രോൺ ബൈ വൺ ബ്രാഞ്ച് ടു അനദർ ബ്രാഞ്ച്. ഗുഡ്സ് പോലെ തന്നെയാണ് ബില്ല് ഡ്രോൺ ചെയ്യുന്നത്. ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് ബിൽ ഡ്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രിയാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്ന കൊച്ചിൻ ബ്രാഞ്ച് ഡ്രോസ് ബില്ല് ഓൺ കോട്ടയം ബ്രാഞ്ച് എന്നാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേർണൽ എൻട്രി കൊച്ചിൻ ബ്രാഞ്ചിൻ്റെ അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു ഹെഡ് ഓഫീസ് എന്നും, കോട്ടയം ബ്രാഞ്ചിനെ കാണിക്കുന്ന സമയത്ത് ഹെഡ് ഓഫീസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിൾ എന്നും, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കാണിക്കുന്ന സമയത്ത് കൊച്ചിൻ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബിൽസ് പേയബിളും ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു കോട്ടയം ബ്രാഞ്ച് അക്കൗണ്ടും 2 ജേർണൽ എൻട്രിയാണ് അവിടെ വരുന്നത്. രജിസ്ട്രേഷൻ നമ്പർ 18 തന്നെ വായിച്ച് നോക്കാം. പിന്നെ അടുത്തത് പേജ് നമ്പർ 2.47 ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ്. ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ജേർണൽ എൻട്രി മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ, അഡീഷണലായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് പറഞ്ഞു പോകുന്നത്. ഇതിൻ്റെ എല്ലാം പ്രാക്ടിക്കൽ പ്രോബ്ലം ഞാൻ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഇല്ലസ്ട്രേഷൻ നിങ്ങൾ തന്നെ വായിച്ച് നോക്കണം. എന്നിട്ട് ആ മോഡൽ പ്രാക്ടിക്കൽ പ്രോബ്ലം ചെയ്ത് നോക്കണം. ജേർണൽ എൻട്രി മാത്രം ഉള്ളതുകൊണ്ടാണ്, പക്ഷേ നിങ്ങൾ നന്നായിട്ട് വായിച്ച് നോക്കണം ഇത്. അപ്പോൾ അടുത്ത് നോക്കാം, ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ച് ട്രയൽ ബാലൻസിലെ എല്ലാ ഐറ്റംസും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിനെയാണ് ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് ഇൻ ഹെഡ് ഓഫീസ് ബുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ശരിക്കും ബ്രാഞ്ചിൻ്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് അതിനകത്തുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലേക്ക് കാണിക്കും. എന്നിട്ട് ഒരു കമ്പൈൻഡ് ബാലൻസ് ഷീറ്റ്, രണ്ടിൻ്റെയും കൂടെ ഒരുമിച്ച് ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൻ്റെയും കൂടെ ഒരുമിച്ചുള്ള ബാലൻസ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ആ ബാലൻസ് ഷീറ്റിനെ വിളിക്കുന്ന പേരാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ തിയറി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്ത് പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇറ്റാലിക്സിൽ കൊടുത്തേക്ക് നോക്കുക. ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് ഐറ്റംസ് ഫ്രം ബ്രാഞ്ച് ബുക്സ് ടു ദ ഹെഡ് ഓഫീസ് ബുക്സ് ആൻഡ് ദ പ്രിപ്പറേഷൻ ഓഫ് ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഈസ് കോൾഡ് ദ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ്. ബ്രാഞ്ചിൻ്റെ ബുക്കിലെ എല്ലാ ഐറ്റംസും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻകോർപ്പറേഷൻ ഓഫ് ബ്രാഞ്ച് ട്രയൽ ബാലൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ബ്രാഞ്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നു. ആ അക്കൗണ്ട് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രിയാണ് താഴേക്ക് കിടക്കുന്നത്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കിടക്കുന്ന ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. അവിടെ നമ്മൾ ടോട്ടൽ എമൗണ്ട് കാണിച്ചാൽ മതി കേട്ടോ. ഡെബിറ്റ് സൈഡിലുള്ള ടോട്ടൽ എമൗണ്ട് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. പിന്നെ അടുത്ത ക്രെഡിറ്റ് സൈഡ് ഐറ്റംസിൻ്റെ കാണിക്കാനായിട്ട് ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട്. ഇവിടെയും ടോട്ടൽ എമൗണ്ട്, സെയിൽ, ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ എമൗണ്ട് എടുത്തിട്ട് കാണിച്ചാൽ മതി. പിന്നെ ക്ലോസിംഗ് ദ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത് ഗ്രോസ് പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും, ഗ്രോസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്നുള്ളതാണ്. പിന്നെ അടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ഐറ്റംസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട് എന്നും, ക്രെഡിറ്റ് സൈഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും, പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ലോസ് ആണെന്നുണ്ടെങ്കിൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പിന്നെ അസറ്റിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് അസറ്റ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഇവിടെ മാത്രം നമ്മൾ ടോട്ടൽ കാണിച്ചാൽ പോരാ. അസറ്റ് കാണിക്കുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് ഓരോ അസറ്റും എടുത്ത് കാണിക്കണം. ലയബിലിറ്റീസും ഓരോന്നും എടുത്ത് കാണിക്കണം. ലയബിലിറ്റീസിൻ്റെ ജേർണൽ എൻട്രി ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ലയബിലിറ്റീസ് എന്നുള്ളതാണ്. പിന്നെ രജിസ്ട്രേഷൻ നമ്പർ 19 ജേർണൽ എൻട്രി ഉള്ളൂ, വായിച്ച് നോക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 2.58
കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്താണെന്നുള്ള കിടപ്പുണ്ട്. തിയറി ആയിട്ടും ചോദിക്കാവുന്ന ക്വസ്റ്റ്യനാണ്. നോക്കിയോളൂ. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് ബാലൻസ് ഷീറ്റാണ്. അതായത് ഹെഡ് ഓഫീസ് പ്രിപ്പയർ ചെയ്യുന്ന ബാലൻസ് ഷീറ്റാണ്. പക്ഷേ അതിൻ്റെ അകത്ത് ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും എല്ലാ അസറ്റുകളും എല്ലാ ലയബിലിറ്റീസും കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചില്ല ഇൻകോർപ്പറേഷൻ എന്നും വേണ്ട. ആ ഇൻകോർപ്പറേഷന് ശേഷമാണ് നമ്മൾ ഈ ഒരു കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും ഇൻകോർപ്പറേഷൻ നമ്മൾ നടത്തുന്നത് തന്നെ. അപ്പോൾ ഈ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എല്ലാ ബ്രാഞ്ചുകളുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും കമ്പൽസറി ആയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. കാരണം ഒരു ബിസിനസ്സിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ആ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുന്ന സമയത്ത് മൊത്തത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷനായിട്ട് അറിയാനായിട്ടാണ് ആഗ്രഹം. ബ്രാഞ്ചിൻ്റെ തന്നെ അങ്ങനെ അറിയാനായിട്ടല്ല, ടോട്ടൽ പൊസിഷൻ എന്താണ് എന്നുള്ളത് അറിയാനായിട്ടാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് താല്പര്യം. അപ്പോൾ അതുകൊണ്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 22, 23 നമുക്ക് കാണിച്ചിരിക്കുന്ന ഈ ഒരു ഇൻകോർപ്പറേറ്റഡ് ബാലൻസ് ഷീറ്റാണ്. അതായത് ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള അസറ്റ്. ഇല്ലസ്ട്രേഷൻ നമ്പർ 22 ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അവിടെ 2 കോളമായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസിൻ്റെ ഒന്നും ബ്രാഞ്ചിൻ്റെ ഒന്നും. ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റിലെ എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് അക്കൗണ്ടിൽ നിങ്ങൾ പർച്ചേസ്, സെയിൽസ്, ഡയറക്റ്റ് എക്സ്പെൻസ് തുടങ്ങിയ കാര്യങ്ങൾ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് ഇൻകംസ് കാണിക്കും. ദെൻ ബാലൻസ് ഷീറ്റിൽ അസറ്റ്, ലയബിലിറ്റീസ് ഇത്രയാണ് കാണിക്കുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 2 കോളമായിട്ട് കാണിക്കും. ഹെഡ് ഓഫീസിന് ഒരു എമൗണ്ട് കോളം, ബ്രാഞ്ചിന് ഒരു എമൗണ്ട് കോളമായിട്ട് കാണിക്കും. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നായിട്ടേ കാണിക്കാനായിട്ട് പറ്റുള്ളൂ. ബ്രാഞ്ചിൻ്റെ ഹെഡ് ഓഫീസിൻ്റെയും അസറ്റുകളും ലയബിലിറ്റീസും ആഡ് ചെയ്ത് വേണം അവിടെ കാണിക്കാൻ. ജസ്റ്റ് ആ ഇല്ലസ്ട്രേഷൻ ഒന്ന് നോക്കിയാൽ മതി. അതിൻ്റെ അത് നോക്കി അസറ്റ് കാണിച്ചിരിക്കുന്ന മെഷീനറി ആണെന്നുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൻ്റെ എടുത്ത് എഴുതിയിട്ട് അത് ആഡ് ചെയ്തിട്ട് ടോട്ടൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ട് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ ഐറ്റംസ്, ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെപ്റ്റേഴ്സ് എല്ലാം ഹെഡ് ഓഫീസിൻ്റെയും ബ്രാഞ്ചിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് ഇന്നർ കോളത്തിൽ 2 കാണിച്ചിട്ടുണ്ട്. ഹെഡ് ഓഫീസ് വേറെ, ബ്രാഞ്ച് വേറെ. പക്ഷേ ടോട്ടൽ എമൗണ്ട് എടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് ആഡ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ലയബിലിറ്റീസും അതേപോലെ തന്നെ കാണിക്കുക. അപ്പം ടോട്ടൽ നമുക്ക് പൊസിഷൻ എങ്ങനെയാണെന്നുള്ള, ബിസിനസ്സിൻ്റെ പൊസിഷൻ എങ്ങനെയാണെന്നുള്ള അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കൽ പ്രോബ്ലം 20 മുതലുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസാണ് കിടക്കുന്നത്. ഇത് നിങ്ങൾക്ക് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഫോട്ടോ എടുത്ത് ഒന്നെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ സെൻഡ് ചെയ്ത് തരുന്നതാണ്. പിന്നെ ഇത് നിങ്ങൾ വായിച്ച് നോക്കാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇതോടുകൂടി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പോർഷൻ തീരുവാണ്. അപ്പം ശ്രദ്ധിച്ച് കേൾക്കണം, വായിച്ച് നോക്കണം, പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കണം. നോട്ട് ഞാൻ ഫോട്ടോ എടുത്ത് അയച്ച് തന്നാലും നിങ്ങളത് നോട്ട്ബുക്കിലേക്ക് പകർത്തി എഴുതണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.